കെന്നഡി ചാക്കോ, പത്തനംതിട്ട. ഞാൻ 2.5 വർഷക്കാലമായിട്ട് നമ്മളോട് ഇന്ന് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചനേകം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ നമ്മളുടെ പണത്തിൽ നിന്നും നമ്മുടെ നികുതി പണത്തിൽ നിന്നും നമുക്ക് സേവനം ചെയ്തു തരേണ്ടതായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർക്ക് മുതൽ ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ നമ്മളെപ്പോലുള്ള ജനങ്ങളെ മനഃപൂർവ്വം മറ്റാർക്കൊക്കെയോ വേണ്ടി ദുരിതത്തിലാക്കുകയും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ തടുക്കപ്പെടുകയും നമ്മളെ അതിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കാര്യത്തിലേക്ക് കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷക്കാലമായി ഒരുപാട് പൊരുതി നമ്മുടെ ഇന്ത്യൻ നിയമത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട വിവരാവകാശ രേഖ പ്രകാരം കുറേ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കേണ്ടതായിട്ട് വന്നു. ഇത് തുടക്കമിടുവാൻ കാരണം നമ്മളൊരു സേവന പ്രവർത്തനം ചെയ്യാൻ പോലും കേരളത്തിൽ സർക്കാർ ജീവനക്കാർ മറ്റു സേവനം ചെയ്യുന്നവർക്ക് ഒത്താശയായി നമ്മളെപ്പോലുള്ളവരെ സേവനം ചെയ്യുവാൻ പോലും, എന്ന് വെച്ചാൽ നമ്മൾ കൂലിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കാനല്ല, അല്ലെങ്കിൽ കച്ചവട താല്പര്യത്തോടെ ഒന്നും ചെയ്യുവാനല്ല. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങളായ പാവപ്പെട്ടവരെ, തെരുവിലായി പോയവരെ, കണ്ണിന് കാഴ്ചയില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരെ, സ്വന്തം മാതാവാരാണ്, പിതാവാരാണ്, സഹോദരങ്ങൾ ആരാണ്, ഈ ഭൂമിയിൽ എന്തെല്ലാം കളറുകളുണ്ട്, ഈ ഭൂമിയിൽ വെളിച്ചമുണ്ടോ, ഇരുട്ടുണ്ടോ, അതെപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തി അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുവാനും വേണ്ടി വർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേറെ ആരെയൊക്കെയോ സഹായിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ കളിക്കുന്ന കളി പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് തെളിവുകൾ എനിക്ക് നേടേണ്ടതായിട്ടിരുന്നു. നമ്മളുടെ ഒരു സ്ഥാപനം പത്തനംതിട്ട ജില്ലയിൽ 2014 മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ സ്ഥാപനത്തിന് സർക്കാരിൻ്റെ അംഗീകാരം നേടിയെങ്കിൽ തന്നെയും യാതൊരു വിധമായ സർക്കാർ സഹായവും നമ്മളെപ്പോലുള്ളവർക്ക് നൽകാതെ വലിയ സ്ഥാപനങ്ങൾ, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരുപാട് കെട്ടിടങ്ങളും വസ്തുവും ഒക്കെ ഉള്ള ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ അവിടേക്ക് പോകുന്നു. എന്നാൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളുടെ ശരീരവും മനസ്സും ജീവിതവും ഒക്കെ ബലിയർപ്പിച്ച് നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ സേവനം ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ഇരുട്ടടിയായി അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് ഈ സേവന പ്രവർത്തനം അവസാനം മാറുന്നതായിട്ട് തോന്നി. ഇതേ ദുരനുഭവം പലരിൽ നിന്നും കേൾക്കുമ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് അത് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായി കാണാം, അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് അങ്ങനെ ഒരു നടപടി എടുത്തത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ എൻ്റെ സ്വന്തമായ ഒരു അനുഭവത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊന്നും സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ചില സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരായി രൂപം കൊള്ളുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സർക്കാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരു ഓഫീസിൽ 10-20 ജീവനക്കാർ അല്ലെങ്കിൽ ജോലി ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അങ്ങ് തീരുമാനിക്കുകയാണ് ഇന്ന ആളിനെ ഇല്ലാതാക്കാം എന്ന് തീരുമാനിച്ചാൽ, ഒന്നുകിൽ അദ്ദേഹം സ്വയമേ തീരുമാനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെയോ പ്രേരണ കൊണ്ട് തീരുമാനിച്ചതായിരിക്കാം. എങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മേൽ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമർത്തിട്ട് സർക്കാർ സീല് വെച്ച അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള പേപ്പറിൽ ഒരു തെറ്റായ ഇതയക്കുമ്പോൾ ആ ബലഹീനായ മനുഷ്യൻ നമ്മൾ ചെയ്ത തെറ്റല്ലല്ലോ, അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നിയമമാണ് അത് സർക്കാരിൽ അപ്പീൽ നൽകുക എന്നുള്ളത്. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ആ മനുഷ്യൻ സർക്കാരിൽ അപ്പീൽ നൽകുന്നു. സർക്കാരിൽ നിന്നും പെട്ടെന്ന് ഒരു നീതി കിട്ടുവാൻ താമസിക്കുമോ, നമുക്ക് കുടുംബമുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒക്കെ ഒന്ന് വിചാരിച്ച് പെട്ടെന്ന് കോടതിയിൽ പോയി ഒരു അപ്പീൽ നൽകി. ആ അപ്പീൽ കോടതി പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന കോടതി പറയുകയും ആ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിനെതിരെ ആ ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യണം, ഒരു അംഗീകാരം റദ്ദ് ചെയ്തു എങ്കിൽ ആ അംഗീകാരം റദ്ദ് ചെയ്തത് ശരിയല്ല എന്ന് കോടതി പറയുകയും ചെയ്താൽ ഈ ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനോട് വീണ്ടും ദേഷ്യഭാവത്തിൽ അല്ലെങ്കിൽ അവരോട് വൈരാഗ്യം തീർക്കുന്നതിന് വീണ്ടും ഇറങ്ങിച്ചെല്ലുകയാണ്. ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തി
സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന നല്ല പ്രവർത്തികളെ ഇല്ലാതാക്കാൻ ഇങ്ങനത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ചുറ്റുപാടിലുള്ളവർ മനസ്സിലാക്കുന്നത് സർക്കാർ അവർക്ക് മേൽ നടപടി എടുത്തു എന്നുള്ളതാണ്. ഇത് തികച്ചും തെറ്റാണ് അങ്ങനെ ഒരു മനുഷ്യരും വിചാരിക്കൽ. കാരണം സർക്കാരല്ല തീരുമാനമെടുക്കുന്നത്, സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ആ ഉദ്യോഗസ്ഥന് സർക്കാർ രേഖപ്രകാരം സർക്കാരിൻ്റെ സീലോട് കൂടി ഒരു ഉത്തരവിടുവാൻ അധികാരമുള്ളത് കൊണ്ടാണ്. അത് കള്ളമാണെങ്കിലും ശരിയാണെങ്കിലും സർക്കാർ ഉത്തരവുകളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അവർക്ക് മേൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി സർക്കാരിൽ നിന്ന് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന വക്കീലുമാരെയാണ് അവർക്ക് വേണ്ടി വാദിക്കാൻ കൊടുക്കുന്നത്. സാധാരണ നമ്മൾക്ക് വേണ്ടി നമ്മളൊരു അപ്പീൽ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുവാൻ നമ്മൾ പണം കൊടുത്ത് വക്കീലിനെ വയ്ക്കുകയും നമ്മളോട് തെറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് സർക്കാർ സംവിധാനത്തിലൂടെ വക്കീൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ വക കാര്യങ്ങളെപ്പറ്റി ഞാൻ 2.5 വർഷക്കാലമായിട്ട് രേഖാമൂലം എല്ലാവരുടെയും മുമ്പിൽ വരണം, നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം എന്നുള്ള ധാരണയിൽ 2.5 വർഷക്കാലമായി എടുത്ത വിവരാവകാശ രേഖകളിൽ കുറച്ച് മാത്രമാണിത്. ഈ ഒരു വീഡിയോയോട് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പൊതുജനങ്ങൾക്ക് ഈ സർക്കാർ സംവിധാനത്തിലുള്ള കള്ളത്തരങ്ങൾ വിവരാവകാശ രേഖപ്രകാരം പുറത്തുവിടുന്നതാണ്. ഇതിന് തുടർന്നുള്ള വീഡിയോകളും എല്ലാവരും കാണുക. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്നെ അറിയിക്കുക. എന്ത് നമ്മുടെ ഈ വായിൽ നിന്ന് വന്നാലും നമ്മൾ എന്ത് പറഞ്ഞാലും അത് രേഖാമൂലമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ പൊതുജനങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പാവങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പോരാട്ടം നടത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.